ഓടുന്ന കാർ കത്തി ഗർഭിണി മരിച്ചതിൽ ദുരൂഹതയൊഴിയുന്നില്ല. നാടിനെ നടുക്കിയ സെക്സ് റാക്കറ്റ്. കാസർഗോഡും തൃശൂരും ആലപ്പുഴയും അരും കൊലകൾ. നോക്കാം വിശദമായി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടുന്ന കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പെട്രോൾ കത്തിയാണ് കാറിന് തീ പിടിച്ചതെന്നാണ് സൂചന. പെട്രോൾ നിറച്ചതെന്ന് സംശയിക്കുന്ന ക്യാനിന്റെ അടപ്പും പോലീസിന് ലഭിച്ചതായാണ് വിവരം. സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചെറുവണ്ണൂർ സ്വദേശി സോന കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. 6 മാസം ഗർഭിണിയായ സോനയെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. നടുവന്നൂരിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത്. ഒരു സ്ത്രീ പമ്പിലെത്തി കന്നാസിൽ പെട്രോൾ വാങ്ങുന്നതാണ് CCTVയിലുള്ളത്. മരണപ്പെട്ട സോന തന്നെയാണ് സംഭവ ദിവസം പമ്പിലെത്തി പെട്രോൾ വാങ്ങിയതെന്നാണ് വിവരം. എന്നാൽ ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. കാറിനുള്ളിൽ തീ പിടിച്ചത് പെട്രോൾ കത്തിയാണെന്ന സൂചന നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും കാറിന്റെ ഉൾവശം മാത്രം കത്തിയതിനാൽ ദുരൂഹതയേറുകയാണ്. സംഭവം ആസൂത്രിതം എന്ന നിഗമനത്തിനാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതേസമയം അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് റെജിൻ ലാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. യുവതികളെ വിദേശത്ത് എത്തിച്ച് മയക്കുമരുന്ന് നൽകി നഗ്ന ദൃശ്യങ്ങൾ പകർത്തും. പിന്നീട് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവരെ ലൈംഗിക വൃത്തിക്ക് നിർബന്ധിക്കും. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി വെളിപ്പെടുത്തിയത്. എന്താണ് സെക്സ് റാക്കറ്റിംഗ് എന്നും കൊച്ചിയിലെ സംഭവം എന്താണെന്നും പരിശോധിക്കാം. വ്യക്തികളെ അവരുടെ സമ്മതമില്ലാതെയോ ഭീഷണിപ്പെടുത്തിയോ ബലപ്രയോഗത്തിലൂടെയോ ലൈംഗിക ചൂഷണങ്ങൾക്കും മനുഷ്യക്കടത്തിനും ഇരയാക്കുന്ന സംഘടിത ക്രിമിനൽ ശൃംഖലയുടെ പ്രവർത്തനമാണ് സെക്സ് റാക്കറ്റിംഗ്. ഒരു കരിഞ്ചന്ത ബിസിനസ് പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. പെൺകുട്ടികളെയും സ്ത്രീകളെയും കണ്ടെത്താൻ ആളുകൾ, അവരെ കടത്തിക്കൊണ്ടുപോകുന്നവർ, താമസിപ്പിക്കുന്നവർ, ഇന്റർനെറ്റ് വഴിയോ അല്ലാതെയോ ഇടപാടുകാരെ കണ്ടെത്തുന്നവർ എന്നിങ്ങനെ വിപുലമായൊരു ശൃംഖല തന്നെ ഇതിൽ പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത്തരം ശൃംഖലകൾ പ്രവർത്തിക്കാറുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയോ ജോലി അന്വേഷിക്കുന്നവരെയോ നല്ല ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചാണ് പലപ്പോഴും ഇത്തരം കെണികളിൽപ്പെടുത്തുന്നത്. ഇരകളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും പിടിച്ചുവെച്ചും മയക്കുമരുന്നിന് അടിമകളാക്കിയും കുടുംബങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെ ഇവ പ്രവർത്തിക്കുന്നു. ഇരകളെ നിർബന്ധിത ലൈംഗിക ജോലികൾക്ക് വിധേയരാക്കി ഇവർ വൻതോതിൽ പണം സമ്പാദിക്കും. ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സംഘടിത കുറ്റകൃത്യങ്ങളെ നേരിടാൻ കൊണ്ടുവന്ന റാക്കറ്റർ ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് കറപ്റ്റ് ഓർഗനൈസേഷൻ നിയമപ്രകാരമാണ് റാക്കറ്റിംഗ് ചാർജുകൾ ചുമത്തുന്നത്. അടുത്ത കാലത്തായി അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ പല വ്യക്തികളും ഇത്തരം സെക്സ് റാക്കറ്റിംഗ്, ലൈംഗിക മനുഷ്യക്കടത്ത് കേസുകളിൽ പ്രതികളാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വഴിവെച്ചത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ്. പെൺകുട്ടികളെ മോഡലിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയി മയക്കുമരുന്നിന് വിധേയരാക്കി ലൈംഗിക വ്യാപാരത്തിനായി ഉപയോഗിച്ച സംഘമാണ് പിടിയിലായത്. പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിയായ സ്റ്റോയ്സി എന്ന സിന്ധു, തിരുവനന്തപുരം സ്വദേശിയായ അലീന എബ്രഹാം, പൊന്നാനി സ്വദേശിയായ മഞ്ജിമ എന്നിവരാണ് പ്രതികൾ. രാജ്യാന്തര മാഫിയ സംഘത്തിലെ അംഗങ്ങളാണ് മൂവരും. സംഭവത്തിൽ കേസെടുത്ത വിവരം അറിഞ്ഞ് വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിനിടെ മുംബൈ എയർപോർട്ടിൽ നിന്നാണ് സ്റ്റോയ്സിയെ പിടികൂടിയത്. കേസിൽ മുഖ്യപ്രതിയാണ് ഇവർ. അറസ്റ്റിലായവരിൽ അലീന നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ നവംബറിൽ വൈറ്റിലയിലെ ബാറിൽ നടന്ന സംഘർഷത്തിലും ഇവർ പ്രതിയായിരുന്നു. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഇവരുടെ വലയിൽ നിരവധി മലയാളികൾ കുടുങ്ങിയതായാണ് വിവരം. സംഘത്തിന്റെ നിരന്തരം ഭീഷണികൾക്ക് വഴങ്ങാതെ എറണാകുളം സ്വദേശിയായ യുവതി പോലീസിൽ പരാതി നൽകിയതോടെയാണ് സെക്സ് റാക്കറ്റ് എന്ന ഞെട്ടിക്കുന്ന വിവരം മറന്നേക്ക് പുറത്തുവന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തെത്തിച്ച ശേഷം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയെന്നായിരുന്നു പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ. വെള്ളത്തിൽ പോലും പൊടി കലക്കി കുടിപ്പിച്ചെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ കാളിരാജ് മഹേഷ് IPS, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ശ്രീമതി അശ്വതി ജിജി IPS എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കുഡ്ലു ബദ്രൂവ് സ്വദേശി സുരേഷാണ് കൊല്ലപ്പെട്ടത്. ക്രിക്കറ്റ് ടൂർണമെന്റിനിടയിലുണ്ടായ വാക്ക് തർക്കമാണ് ക്രൂരകൃത്യത്തിൽ കലാശിച്ചത്. കുബടാജെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടയിൽ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. രാത്രി 9:30 മാപ്പിനടുക്ക ഹൈമാസ് ലൈറ്റിൽ സമീപത്ത് നിൽക്കുകയായിരുന്ന സുരേഷിനെ കിരൺ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇതിന് അഭിലാഷ് കൂട്ടുനിൽക്കുകയായിരുന്നു.
ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൈലി സ്വദേശി കിരൺ, കറുവത്തടക്ക സ്വദേശി അഖിലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇവരെ കർണാടകയിലെ പുത്തൂരിൽ വച്ചാണ് ബദിയടുക്ക പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലായ പ്രതികളെ കൊണ്ട് പുത്തൂരിൽ പോലീസ് തെരച്ചിൽ നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പുത്തൂരിൽ ഉപേക്ഷിച്ചുവെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. കൊല്ലപ്പെട്ട സുരേഷ് കുമ്പടാജെ സർവീസ് സഹകരണ ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. സി മലയാളം ന്യൂസ്, കാസർഗോഡ്. തൃശൂരിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. എടത്തിരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം അനീഷാണ് കൊല്ലപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കൊല്ലപ്പെട്ട ആളുടെ അയൽവാസിയുമാണ് കേസിലെ പ്രതി. ഈ മാസം 17-ാം തീയതി രാത്രി 8-ഓടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. വൈകിട്ട് 7 മണിയോടെ അനീഷും അനൂപും ഉൾപ്പെടെ 5 അംഗ സുഹൃത്തുക്കൾ അയ്യമ്പടിയിലെ സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ അനീഷും അനൂപും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നുള്ള വൈരാഗ്യത്തിൽ അനൂപ് അനീഷിനെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അനീഷിന്റെ വയറ്റിൽ കുത്തുകയുമായിരുന്നു. കുത്തേറ്റ അനീഷിന്റെ നിലവിളി കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജ്യേഷ്ഠൻ സന്തോഷും പരിസരവാസികളും ഓടിയെത്തി ഉടൻ തന്നെ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെങ്കിലും മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേ അനീഷ് മരണപ്പെടുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി അനൂപിനെ അയ്യമ്പടി ഉന്നതിയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. അയൽവാസിയും സുഹൃത്തുമായ അയ്യമ്പള്ളി സ്വദേശി അനൂപ് നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. കയ്പമംഗലം, മതിലകം, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസും 3 അടിപിടി കേസും ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയ ഒരു കേസുമടക്കം 5 ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. തൃശൂർ എക്സൈസ് അക്കാദമിയിലെ താൽക്കാലിക പാചക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട അനീഷ്. പ്രതിയായ അനൂപ് കോൺക്രീറ്റ് തൊഴിലാളിയാണ്. സി മലയാളം ന്യൂസ്, തൃശൂർ. ആലപ്പുഴ വള്ളിക്കുന്നത്ത് അന്യസംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹേമന്താണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ സഹപ്രവർത്തകൻ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വള്ളിക്കുന്നം തളിരാളിയിൽ വിജിലാനിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന AR ബ്രിക്ക് എന്ന ഇഷ്ടിക ചൂളിയിലാണ് സംഭവം. അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷം കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹേമന്തും സഹപ്രവർത്തകൻ സോനായ് മുറുവും തമ്മിൽ സംസാരമുണ്ടാവുകയും പരസ്പരം അടിക്കുകയും ചെയ്തു. തമ്മിലടി അക്രമാസക്തമായപ്പോൾ വിറകെടുത്ത് നടത്തിയ ആക്രമണത്തിനിടെ ഹേമന്തിന്റെ തലയിൽ അടിയേൽക്കുകയും മരിക്കുകയുമായിരുന്നു. പിന്നാലെ പ്രതി തന്നെ ഉടമയെ വിളിക്കുകയും ഉടമ പോലീസിനെ വിളിക്കുകയുമായിരുന്നു. സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രതി സോനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സി മലയാളം ന്യൂസ്, ആലപ്പുഴ. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് മദ്യപ സംഘത്തിന്റെ മർദ്ദനം. തിരുവനന്തപുരം കുളത്തൂർ ഇൻഫോസിസ് ക്യാമ്പസിന് സമീപമുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരെ കാറിലെത്തിയ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. പമ്പ് ജീവനക്കാരനായ ഉണ്ണി, രാജീവൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് സംഭവം. കാറിലെത്തിയ 3 അംഗ സംഘം പെട്രോൾ അടിച്ചതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരോട് തട്ടിക്കയറുകയും തുടർന്ന് അക്രമം നടത്തുകയുമായിരുന്നു. ആദ്യം 210 രൂപയ്ക്കും പിന്നീട് 110 രൂപയ്ക്കും പെട്രോൾ അടിച്ചു. പിന്നാലെ പെട്രോൾ അടിച്ച തുകയെ സംബന്ധിച്ച് കാറിലുണ്ടായിരുന്നവർ തമ്മിൽ സംശയമുണ്ടായി. തുടർന്ന് പെട്രോൾ അടിച്ച ഉണ്ണിയോട് എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചതെന്ന് ചോദിക്കുകയും മറുപടിയിൽ തൃപ്തരാകാത്ത സംഘം പമ്പ് ജീവനക്കാരോട് അസഭ്യം പറയുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ കാറിൽ നിന്നിറങ്ങിയ ആൾ ഉണ്ണിയെ മർദ്ദിച്ചു. മർദ്ദനത്തിനിടെ അക്രമിയുടെ മുഖത്തേക്ക് പെട്രോൾ വീണു. ഇതോടെ രണ്ടാമനും കാറിൽ നിന്നിറങ്ങി ഇയാളെ മർദ്ദിച്ചു. സമീപത്തുണ്ടായിരുന്ന ജീവനക്കാരനായ രാജീവൻ ഇത് ചോദ്യം ചെയ്തതോടെ ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ പമ്പുടമ തുമ്പ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കഠിനംകുളത്ത് നടന്ന 2 സംഭവങ്ങൾ കൂടി പരിശോധിക്കാം. നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് തിരുവനന്തപുരത്ത് പ്രവേശിക്കുകയും യുവാവിനെ വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഗുണ്ട രാജീവ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ കഠിനംകുളം സ്വദേശി ലിജോയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലും ആക്കിയിട്ടുണ്ട്. കഠിനംകുളം പുതുക്കുറിച്ചി വീട്ടിൽ സാബു സിൽവ എന്ന 40 വയസ്സുള്ള രാജീവിനെയാണ് കഠിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 18-ന് രാത്രി 8:30-ഓടെ ശാന്തിപുരം കോൺവെന്റ് ജംഗ്ഷന് സമീപം ചാന്നാങ്കര വെട്ടുതുറ സ്വദേശിയായ യുവാവിനെ പ്രതി വടിവാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് 2.5 അടിയോളം നീളമുള്ള വാളും കണ്ടെടുത്തു. 15ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാജീവ് കഠിനംകുളം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉള്ളയാളാണ്. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് 2023-ൽ ഇയാളെ കാപ്പ പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു.
ജാമ്യത്തിലിറങ്ങി വീണ്ടും അക്രമങ്ങൾ തുടർന്നതോടെ 2025 കാപ്പ കേസ് പ്രകാരം തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ നിന്ന് നാടുകടത്തി. ഈ ഉത്തരവ് ലംഘിച്ചാണ് ഇയാൾ വീണ്ടും കടിഞ്ഞംകുളത്തെത്തി അക്രമം നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടിഞ്ഞംകുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം വീണ്ടും പോലീസ് കരുതൽ തടങ്കലിലാക്കി. ചാന്നാങ്കര വെട്ടുതുറ കോൺവെന്റിന് സമീപം സിത്താര ഹൗസിൽ 37-കാരൻ ലിജോയെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ ഇതിനു മുൻപും 2 തവണ കാപ്പ ചുമത്തിയിരുന്നു. ഇയാൾ മുൻപ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം അർദ്ധരാത്രിയിൽ സദാചാര പോലീസ് ചമഞ്ഞ യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിലും ലിജോ പ്രതിയാണ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷവും വീണ്ടും വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ നടപടി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് നേരെ ലഹരി സംഘത്തിന്റെ അതിക്രമം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പരാഗ് ഷോപ്പിന് സമീപമായിരുന്നു സംഭവം. ഭിന്നശേഷിക്കാരനായ യാസർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് യുവാക്കൾ പരാക്രമം കാട്ടിയത്. കോഴിക്കോട് റോഡിലെ പരാഗ് ഷോപ്പിന് സമീപം ഇടുങ്ങിയ ഭാഗത്തുകൂടി യാസർ അറഫാത്ത് കാർ ഓടിച്ചു പോകുമ്പോഴാണ് സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 2 യുവാക്കളോട് യാസർ വഴിമാറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വഴിമാറാൻ തയ്യാറാകാതിരുന്ന യുവാക്കൾ റോഡിൽ വെച്ച് അക്രമാസക്തരാവുകയായിരുന്നു. തുടർന്ന് കാറിന് മുന്നിലേക്ക് കയറി നിന്ന് ഭീഷണിപ്പെടുത്തിയ യുവാക്കളുടെ അടുത്തുനിന്നും വണ്ടി റിവേഴ്സ് എടുത്തു മാറ്റാൻ യാസർ ശ്രമിച്ചു. ഈ സമയം അക്രമികളിലൊരാൾ കാറിന്റെ ഇടതുവശത്ത് ഇടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. രണ്ടാമത്തെയാൾ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് കാറിന്റെ ചാവി ബലമായി ഊരിയെടുത്തു. ഇതിനിടെ കല്ലുകൊണ്ട് യാസറിനെ മർദ്ദിക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് അക്രമികളിൽ നിന്നും യാസറിനെ രക്ഷപ്പെടുത്തിയത്. ഭയന്നുപോയ യാസറിനെ ഓട്ടോ തൊഴിലാളികൾ തന്നെയാണ് പിന്നീട് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും ചെയ്തത്. സംഭവം അറിഞ്ഞ് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് സ്പെയർ കീ ഉപയോഗിച്ചാണ് യാസറിന്റെ വാഹനം വീട്ടിലേക്ക് മാറ്റിയത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്കേരി സ്വദേശി വിനോദ് കുമാർ, പുത്തനത്താണി സ്വദേശി ഷബീറുദ്ദീൻ തുടങ്ങിയവരാണ് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ. ഇതിൽ പിടിയിലായ വിനോദ് കുമാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാപ്പ ചുമത്തി നാട് കടത്തിയ പ്രതി കൂടിയാണ്. വളാഞ്ചേരി മേഖലയിൽ വലിയ രീതിയിൽ ലഹരി മാഫിയെ പിടിമുറുക്കി കഴിഞ്ഞെന്നും കൊട്ടേഷൻ ടീമുകളെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും അക്രമത്തിനിരയായ യാസർ പറയുന്നു. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. പൊതുസ്ഥലത്ത് ട്രാൻസ്ജെൻഡർ യുവതിയെ കടന്നുപിടിക്കുകയും കാർ എടുപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കുപ്രസിദ്ധ ക്രിമിനൽ അറസ്റ്റിലായിട്ടുണ്ട്. യുവതിയുടെ പണവും മൊബൈൽ ഫോണും ഇയാൾ കവർന്നിരുന്നു. പുലാമന്തോൾ സ്വദേശി ഉമ്മർ ഫാറൂഖിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വധശ്രമം, ലഹരിക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഉമ്മർ ഫാറൂഖ്. മലപ്പുറം വളാഞ്ചേരിയിൽ പൊതുസ്ഥലത്ത് നിൽക്കുകയായിരുന്ന ട്രാൻസ്ജെൻഡർ യുവതിയെ കടന്നുപിടിച്ച് ആക്രമിക്കുകയും പണവും മൊബൈൽ ഫോണും അടക്കം കവർച്ച ചെയ്യുകയും കാറെടുപ്പിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ക്രിമിനലിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലാമന്തോൾ ചെമ്മല സ്വദേശി ഉമ്മർ ഫാറൂഖ് എന്ന 29-കാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഉമ്മർ ഫാറൂഖ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-ന് അർദ്ധരാത്രി 12:45 സംഭവം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നിൽക്കുകയായിരുന്ന ട്രാൻസ്ജെൻഡർ യുവതിയാണ് അക്രമത്തിനിരയായത്. ഈ സമയം അതുവഴി കാറിൽ വന്ന പ്രതി ഉമ്മർ ഫാറൂഖ് യുവതിയെ കടന്നുപിടിക്കുകയും ദേഹോപദ്രവമേൽപ്പിച്ച് കൈവശമുണ്ടായിരുന്ന പണമടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത് രക്ഷപ്പെടുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ ട്രാൻസ്ജെൻഡർ യുവതിയുടെ കാലിലൂടെ കാർ കയറ്റിയിറക്കിയതിനെ തുടർന്ന് കാലിന്റെ എല്ലുപൊട്ടി ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യൽ, ആക്രമിച്ച് മുറിവേൽപ്പിക്കൽ, കവർച്ച തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഉമ്മർ ഫാറൂഖിനെതിരെ പെരിന്തൽമണ്ണ, പട്ടാമ്പി, കുന്തംകുളം സ്റ്റേഷനുകളിലായി വധശ്രമം, അടിപിടി, ലഹരിക്കടത്തടക്കം നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, മലപ്പുറം. വിദ്യാർത്ഥികൾക്ക് വിൽക്കാൻ കഞ്ചാവ് ചെറുപൊതികളിലാക്കി ട്യൂഷൻ സെന്ററിന് മുൻവശം കാത്തുനിന്ന യുവാവിനെ കൈയോടെ പൊക്കി പോലീസ്. അസം സ്വദേശി ഹബീസുദ്ദീനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുപൊതികളിലായി 80 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്.
വളാഞ്ചേരിയിൽ ട്യൂഷൻ സെന്ററിന് സമീപം വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കാനുള്ള ശ്രമത്തിനിടെ ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ കയ്യോടെ പൊക്കി വളാഞ്ചേരി പോലീസ്. അസം സ്വദേശി ഹബീസുദ്ദീനെയാണ് വിവിധ ചെറുപൊതികളിലായി വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ കഞ്ചാവുമായി വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വളാഞ്ചേരിയിലെ +1, +2 വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എതിർവശത്തായി കഞ്ചാവ് പൊതികളുമായി കാത്തിരിക്കുന്നതിനിടയിലാണ് ഹബീസുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 80 ഗ്രാം കഞ്ചാവും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി ചെറിയ പൊതികളിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. പ്രദേശത്ത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കഞ്ചാവ് ലോബി പ്രവർത്തിക്കുന്നതായി നേരത്തെ പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. സ്വാഗത് ബാറിന് സമീപത്തെ വഴിയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എതിർവശം നിൽക്കുകയായിരുന്ന ഹബീസുദ്ദീനെ കണ്ട് സംശയം തോന്നി വളാഞ്ചേരി SI നിർമ്മൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മലയാളികളായ കഞ്ചാവ് മാഫിയയാണ് ഹബീസുദ്ദീന് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, മലപ്പുറം. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുക, ശേഷം സ്വർണവും പണവും കവർച്ച ചെയ്യുക. ഏതായാലും തിരുവനന്തപുരത്തുണ്ടായ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതും പാലക്കാട് നിന്ന്. മറ്റൊരു വിവാഹ ശ്രമത്തിനിടെയാണ് കുരിയാത്തി സ്വദേശി 32-കാരൻ സച്ചിൻ കുമാർ പിടിയിലായത്. വിഴിഞ്ഞം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മണക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന സച്ചിൻ കുമാറാണ് അറസ്റ്റിലായത്. പ്രതി മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് അറിഞ്ഞ് യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് വിഴിഞ്ഞം പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2022 മുതൽ ഇക്കഴിഞ്ഞ ജനുവരി വരെയുള്ള കാലയളവിൽ ഇയാൾ യുവതിയെ പലയിടങ്ങളിൽ എത്തിച്ച് പീഡനം നടത്തിയിരുന്നു. ഇതിനിടയിൽ വിവാഹം കഴിക്കാമെന്നും സച്ചിൻ യുവതിക്ക് ഉറപ്പ് കൊടുത്തു. കഴിഞ്ഞ മാർച്ച് 30-ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്യാമെന്നായിരുന്നു ഉറപ്പ്. ഇതനുസരിച്ച് യുവതിയും അമ്മയും ബന്ധുക്കളുമായി ക്ഷേത്രത്തിലെത്തിയെങ്കിലും വരനായ സച്ചിൻ കുമാർ എത്തിയില്ല. വിവാഹത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന അടുത്ത സുഹൃത്ത് തിരുവല്ലത്ത് ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ചുവെന്നും ഇക്കാരണത്താൽ തനിക്ക് ക്ഷേത്രത്തിലെത്താനാകില്ലെന്ന് ഇയാൾ യുവതിയെ അറിയിച്ചു. അങ്ങനെ വിവാഹം മുടങ്ങുകയായിരുന്നു. അതിനുശേഷം പേരൂർക്കട സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സച്ചിൻ മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന വിവരം യുവതി അറിഞ്ഞു. തുടർന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും 9 ലക്ഷം രൂപയും 7 പൗണ്ട് സ്വർണവും തട്ടിയെടുത്തെന്ന് കാണിച്ച് യുവതി വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകിയത്. ഈ വിവരം അറിഞ്ഞ് പ്രതി ബാംഗ്ലൂരിലേക്ക് മുങ്ങി. ഇതോടെ വിഴിഞ്ഞം പോലീസ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും റെയിൽവേ പോലീസിനും വിവരം നൽകി. പാലക്കാട് വെച്ച് ട്രെയിനിൽ നിന്നാണ് റെയിൽവേ പോലീസ് ഇയാളെ പിടികൂടിയത്. ശേഷം വിഴിഞ്ഞം പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മോഷണം പോയ 65ഓളം മൊബൈൽ ഫോണുകൾ ഉടമസ്ഥർക്ക് കണ്ടെത്തി നൽകിയിരിക്കുകയാണ് സിറ്റി പോലീസ്. ഫോർട്ട് സബ് ഡിവിഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് മൊബൈൽ ഫോണുകൾ മോഷണം പോയത്. വിപണിയിൽ ഏകദേശം 23 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഐഫോൺ, ഗൂഗിൾ, സാംസങ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ വില കൂടിയ മോഡലുകളാണ് പോലീസ് വിവിധയിടങ്ങളിൽ നിന്ന് വീണ്ടെടുത്തത്. ഫോർട്ട് സബ് ഡിവിഷൻ പരിധിയിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തി ഫോണുകൾ കണ്ടെത്തിയത്. സെൻട്രൽ ഇക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത അതിന്റെ സാങ്കേതിക സഹായത്തോടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും IMEI നമ്പർ, ലൊക്കേഷൻ എന്നിവ പിന്തുടർന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. തമ്പാനൂർ, ഫോർട്ട്, കരമന, കോവളം, നേമം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് ഫോണുകൾ നഷ്ടപ്പെട്ടതായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയത്. ഫോണിന്റെ IMEI നമ്പർ, പരാതിയുടെ വിശദാംശങ്ങൾ, നഷ്ടപ്പെട്ട സ്ഥലം, ഫോൺ നമ്പർ എന്നിവ നൽകിയാണ് CIR വഴി നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ഫോൺ മറ്റാരെങ്കിലും പുതിയ സിം ഇട്ടാലും പ്രവർത്തിക്കില്ല. എന്നാൽ സിം ഇടുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടയാൾക്കും പോലീസിനും ഇത് സംബന്ധിച്ച സന്ദേശവും വരും. ഇതുവഴി ഫോൺ എവിടെയാണെന്നുള്ളത് കണ്ടെത്താം. CIR പോർട്ടൽ നിരന്തരമായി നിരീക്ഷിച്ച് IMEIയും ലൊക്കേഷനും തിരിച്ചറിഞ്ഞാണ് ഫോണുകൾ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം സിറ്റി പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിലെ SHOമാരായ ജയകൃഷ്ണൻ, വിനോദ് കുമാർ, ജോസഫ് ലിയോൺ, അരുൺകുമാർ, അജിത് കുമാർ എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരായ SPO ശ്രീജിത്ത്, CPOമാരായ വിവേക്, ശരത്, അനുരാജ്, അനുS, കൃഷ്ണ എന്നിവരടങ്ങിയ സംഘവുമാണ് ഫോണുകൾ കണ്ടെത്തിയത്. മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതുൾപ്പെടെയുള്ള ഫോണുകളാണ് തിരികെ ലഭിച്ചത്. മൊബൈൽ ഫോണുകൾ സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് ഉടമസ്ഥർക്ക് കൈമാറി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റ് തുടരുകയാണ്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. മനുഷ്യക്കടത്തിന് പിന്നിൽ രാജ്യാന്തര സെക്സ് റാക്കറ്റ് ഉണ്ടെന്ന നിഗമനത്തിനാണ് പോലീസ്. മോഡലിംഗിന്റെ മറവിൽ പലയിടത്തും മനുഷ്യക്കടത്ത് നടക്കുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. പിടിയിലാകുന്ന പ്രതികൾക്ക് എന്താണ് ശിക്ഷ? എത്ര നാൾ വരെ പ്രതികൾ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും? നിയമം പറയുന്നതെന്ത്? നോക്കാം. പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തട്ടിക്കൊണ്ടുപോയി
പെൺവാണിഭത്തിലും മറ്റും ഉൾപ്പെടുത്തുന്ന ഒരവസ്ഥ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഒരു വലിയ സെക്സ് റാക്കറ്റ് തന്നെ വന്നു എന്നത് രാജ്യത്തിനെ നടുക്കുന്ന ഒരു സംഭവ വികാസമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എത്രയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് പോലും ഇന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ വന്നു പെടുന്നു എന്നത് കേരള പോലീസ് വലിയ ശക്തിയോടെ തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഒരു റാക്കറ്റ് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൊച്ചിയിൽ നിന്നും മുംബൈയിൽ നിന്നും എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം വന്നിരിക്കുന്നു. ഒരു ദളിത് പെൺകുട്ടിയാണ് ഇതിലൊരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ തങ്ങളെ കുടിക്കുന്ന പച്ചവെള്ളത്തിൽ പോലും മയക്കുമരുന്നുകൾ നൽകിക്കൊണ്ട് തടങ്കലിലാക്കിക്കൊണ്ട് അവരെ റോങ്ഫുള്ളി അവരുടെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് അവരെ തടങ്കലിൽ പാർപ്പിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ കാണുന്നു, കൂട്ടബലാത്സംഗം നടക്കുന്നു എന്നെല്ലാം വന്നിരിക്കുന്നത്. ഇതിലെ ഒരു നിയമത്തിൻ്റെ ഒരു സാധ്യത പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് പുതുക്കി കൊണ്ടുവന്നിട്ടുള്ള നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയ IPCയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വെച്ച BNS വെച്ച് നോക്കിയാൽ വകുപ്പ് 143 പ്രകാരം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ വളരെ ഗൗരവതരമായ വലിയ പണിഷ്മെന്റ് കൊടുക്കേണ്ട ഒരു ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ ഒരു വ്യക്തിയെ തടങ്കലിൽ പാർപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലേക്ക് ആ ചങ്ങലയിലേക്ക് അവരെ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന സംഭവ വികാസങ്ങളിൽ ഒരു 10 വർഷം വരെ ആദ്യ ക്ലോസിൽ ഉപവകുപ്പിൽ വകുപ്പ് 143 അനുസരിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഒരു 10 വർഷത്തിൻ്റെ പണിഷ്മെന്റ് സ്റ്റിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ള കർശനമായ ഒരു നടപടി പുതിയ സംഹിത എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം ഇത് മൾട്ടിപ്പിൾ പേഴ്സൺസ് ഒന്നിലധികം വ്യക്തികളെ ഇത്തരം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ വകുപ്പ് 143 തന്നെ ഉപവകുപ്പ് 143 സബ് ക്ലോസ് 3 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവപര്യന്തം തടവ് വരെ കൊടുക്കാവുന്ന വലിയ ഗൗരവതരമായ ലൈഫ് ഇംപ്രിസൺമെന്റിന്റെ ഇൻസ്റ്റൻസസിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം അത്ര കണ്ടുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇത്തരത്തിൽ ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഈ കേസിൻ്റെ ഒരു മോഡസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇൻസ്റ്റാഗ്രാം റീലുകൾ, സോഷ്യൽ മീഡിയ റീലുകളും മറ്റും വെച്ചുകൊണ്ട് ഈ കുട്ടികളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ഇത്രാം തീയതി ഒരു പരിപാടി നടക്കുന്നു, അവിടെ ഇന്ന ഷോപ്പിംഗ് മോളിൽ വെച്ച് ഞങ്ങൾ നടത്തുന്ന പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള സുന്ദരികളായ മിടുക്കികളായ പെൺകുട്ടികൾക്ക് ഒരവസരം, നിങ്ങളുടെ മോഡലിംഗ് കരിയറിനെ കൂടുതൽ നർച്ചർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇതാ മിഡിൽ ഈസ്റ്റിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു. എക്കണോമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുമെന്നൊന്നും അറിയാതെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽപ്പെട്ട എന്നാൽ ഇത്തരം സോഷ്യൽ മീഡിയ രീതികളിൽ മറ്റും റീലുകളായും അവരെ എക്സ്പോസ് ചെയ്തും അവരെടുക്കുക ഒരു എക്സ്പോഷറുമായും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ്, ശരാശരി കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികളാണ് ഇതിലെല്ലാം പോയി ചാടുന്നത്. ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, ആദ്യം ഒരാഴ്ച അവർക്ക് പല വേദികളിൽ ഈ പറഞ്ഞ പോലുള്ള ഷോപ്പിംഗ് മാളുകളിലും മറ്റും പരിപാടികൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഇവരെ ഈ അക്കോമഡേഷൻ സെൻറ്ററിൽ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, അതിലെല്ലാം ഈ ഇൻടോക്സിക്കേറ്റ് ചെയ്തുകൊണ്ട് വിഷപരമായ അല്ലെങ്കിൽ ലഹരിപരമായ പദാർത്ഥങ്ങൾ നൽകി അവരെ സർവ്വനാഡീവ്യൂഹങ്ങളെയും തകർത്തിക്കൊണ്ട് അവരെ മയക്കിക്കെടുത്തിക്കൊണ്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളം കാണേണ്ടത്. പ്രത്യേകിച്ച് കാനഡയിലേക്കും യൂറോപ്പിലേക്കുള്ള മറ്റു പല രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ ഒരുപാട് മൈഗ്രേഷൻ നടക്കുന്ന ഒരു യുവാക്കളുള്ള ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് എക്കണോമിക്കൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു പോകുന്ന പെൺകുട്ടികളുള്ള ഒരു സമൂഹം ആയി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നമ്മുടെ പെൺകുട്ടികളെ ലാക്കാക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം എക്സ്പോഷർ ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഇത്തരം റാക്കറ്റുകളെ അടിച്ചമർത്തേണ്ടത് കേരള പോലീസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ്. പിന്നെ ഇതിലൊരു ഡിഫൻസായി അല്ലെങ്കിൽ അവർ പറയുന്നത് ഈ പെൺകുട്ടികൾ ഞങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെടുകയായിരുന്നു, അവരെ ഞങ്ങൾ വിളിച്ചു വരുത്തിയതല്ല, അവരായി ഇങ്ങോട്ട്
മുന്നോട്ട് വന്നു. ഇതെന്താ കീടങ്ങളോ പ്രാണികളോ ഒന്നുമല്ലല്ലോ ഞങ്ങൾ കൊണ്ടുവരാൻ, ഞങ്ങൾ അങ്ങനെ പിടിച്ചു കൊണ്ടുവരാനുള്ള മൃഗങ്ങളൊന്നുമല്ല എന്ന രീതിയിൽ വളരെ ഉദാസീനമായ രീതിയിൽ പ്രതികളിൽ ചിലർ വിദേശത്തു നിന്നും മറ്റും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ വകുപ്പ് 143 ഹ്യൂമൻ ട്രാഫിക്കിംഗ് തടയുമ്പോൾ പാർലമെന്റേറിയൻസിന്റെ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ നമുക്ക് മനസ്സിലാക്കാം. കൺസെന്റ് അഥവാ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും നടത്തിയത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെങ്കിൽ ഇത് വകുപ്പ് 143 ഒരുപക്ഷെ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉള്ള ഒരു കുറ്റമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ വന്ന പെൺകുട്ടികൾ കൺസെന്റ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് സ്വയമാണ് എടുത്തു കൊടുത്ത് വന്നത്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇച്ഛയോടുകൂടിയാണ് അവർ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നത്. ആ ഒരു കൺസെന്റ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതിൻ്റെ വകുപ്പുകൾ ബാധകമല്ല എന്ന വാദം അതിൻ്റെ ബെയിൽ മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ കുറ്റം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അവർ നടത്തിയ എക്സ്പ്ലോയിറ്റേഷൻ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത് വരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് വകുപ്പ് 143 തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടാതെ ഇവരുടെ ദേഹത്തെ ഏൽപ്പിച്ച പീഡകൾ, മറ്റു കാര്യങ്ങൾ, ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അത് ഒരു ഫോറിൻ ജൂറിസ്ഡിക്ഷനിൽ ഇന്ത്യയുടെ എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിലാണെങ്കിൽ പോലും ഈ ക്രൈം ആരംഭിക്കുന്നത് ഒരു കണ്ടിന്യൂയിങ് ഒഫൻസായി ഇവിടെ നിന്ന് വിമാനത്തിൽ കയറ്റി അവരെ അവിടേക്ക് കൊണ്ടുപോയി ഈ പറയുന്ന പദാർത്ഥങ്ങൾ കൊടുത്ത് അവരെ മയക്കിക്കിടത്തി കൂട്ടബലാത്സംഗം ചെയ്ത് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത് ഇന്നും പല കുട്ടികളും അവിടെ തടങ്കൽ പാളയത്തിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഗൾഫ് ദുബായ് ഭരണാധികാരികളുടെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഈ സെക്സ് റാക്കറ്റിനെ അടിച്ചമർത്താൻ വേണ്ടി ഒരു യാത്ര നടത്തി സമഗ്രമായ റെയ്ഡും മറ്റും നടത്തി അവിടുത്തെ ഫോറിൻ ജൂറിസ്ഡിക്ഷനിൽ നിന്നുള്ള ഫോറൻസിക് തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഇതിനെ കേരളത്തിൽ തന്നെ FIRകൾ രജിസ്റ്റർ ചെയ്ത് വേണ്ടി വന്നാൽ നല്ല രീതിയിൽ ഒരു പ്രോസിക്യൂഷൻ, നല്ല ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ട് സമാനമായ കേസുകൾ എല്ലാം ഒരു കൂടെ കീഴിലാക്കിക്കൊണ്ട് ശിക്ഷ വാങ്ങിച്ച് നൽകേണ്ട, ഇതിന്റെ കിൻ പിൻസിനെ മുഖ്യപ്രതികളെ ജീവപര്യന്തം ശിക്ഷിക്കേണ്ട ഒരു കേസ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.